ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കേസെടുത്ത് ഡൽഹി പോലീസ്. ഗോവിന്ദപുരിയിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ചാണ് കേസ്. ഡൽഹിയിൽ നിന്നും ശരത് ലാലുണ്ട്. ശരത്, തെരഞ്ഞെടുപ്പ് നാളെയാണ്, ഇന്ന് നിശബ്ദ പ്രചാരണം. അതിനിടയിൽ ഈ അതിഷിക്കെതിരെ കേസ് വരുന്നു. എന്താണ് ഈ ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള പരാതി? എന്താണ് ആ കേസ്? അരുണ്യ, ഗോവിന്ദപുരിയിലെ ഇന്നലെ ആം ആദ്മി പ്രവർത്തകരും പോലീസുമായി സംഘർഷമുണ്ടായിരുന്നു. ഈ സംഘർഷ സ്ഥലത്തേക്ക് നിരവധി വാഹനങ്ങളോടൊപ്പം അനുയായികളോടൊപ്പം പ്രവേശിച്ചു എന്നതാണ് അതിഷിക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം. അനുവദിക്കുന്നതിൽ കൂടുതലുള്ള വാഹന വ്യൂഹവുമായി ഈ ഗോവിന്ദപുരിയിലെത്തി. ഇത് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്നാരോപിച്ച് അതിഷിക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. നിശബ്ദ പ്രചരണ സ്ഥലത്ത് അല്ലെങ്കിൽ ഗൃഹസമ്പർക്ക സ്ഥലത്ത് സംഘർഷം ഇന്നലെ രാത്രി മുതൽ തന്നെ ഗോവിന്ദപുരിയിലും ജനക്പുരിയിലും അതേപോലെ തന്നെ കല്യാൺപുരിയിലും ഒക്കെ സംഘർഷങ്ങളുണ്ടായിരുന്നു. ഈ സംഘർഷത്തിനിടയിലാണ് ആം ആദ്മി പ്രവർത്തകർ നേരിട്ട് തന്നെ പോലീസുമായിട്ട് ഒരു സംഘർഷത്തിനിടയായത്. ഈ സംഭവ സ്ഥലത്തേക്ക് കൽക്കാജിയിലുണ്ടായിരുന്ന അതിഷി, ഡൽഹി മുഖ്യമന്ത്രി, ഒരു വാഹന വ്യൂഹത്തോടമാണ് എത്തിയത്. 6 വാഹന വ്യൂഹത്തിലും അതുപോലെ തന്നെ 4 മറ്റൊരു വാഹന വ്യൂഹം കൂടി കൂട്ടിച്ചേർന്നതോട് കൂടിയാണ് അതിഷിക്കെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ പേരിൽ ഡൽഹി പോലീസ് കേസെടുത്തിരിക്കുന്നത്. അരുണ്യ, ഇതാണ് നാളെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോഴാണ് ഇപ്പോൾ അതിഷിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ശരത് ലാൽ.